നമസ്കാരം. എല്ലാവർക്കും ഗീതമ്മാസ് കിച്ചണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബട്ടൂര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ മൈദ മാവ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അല്പം ഉപ്പും ഞാൻ ചേർത്തു. ഇനി ഇതിൽ ഈസ്റ്റ്, പഞ്ചസാര, ഒരു 1/4 ഗ്ലാസ് ചൂട് പാലിനകത്ത് ഞാൻ ഒരു 1/2 സ്പൂൺ ഈസ്റ്റ്, 1 സ്പൂൺ പഞ്ചസാര ഇതെല്ലാം ചേർത്ത് 1 മണിക്കൂർ മുമ്പേ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഈസ്റ്റൊക്കെ നല്ലപോലെ മിക്സായി നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനിയും ഈ മൈദ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് ഒരല്പം ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്. ഈ ബട്ടർ നിർബന്ധമില്ല, ബട്ടർ വലിയ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ചേർത്താലും മതി. കാര്യം ഇത് കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും, പിന്നെ ബട്ടർ ചേർത്താൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ടേസ്റ്റും മയവും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു മുട്ടയും കൂടെ ചേർക്കണേ. 1/2 കിലോ മൈദയ്ക്ക് 1 മുട്ട, ആ കണക്കിലാണ് ചേർക്കേണ്ടത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തേച്ച് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം പോരെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കാം. അങ്ങനെ നമുക്കിത് തേച്ച് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ കട്ടിക്കാണ് കുഴച്ചിരിക്കുന്നത്. ഇനി ഇത് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് നല്ലപോലെ പൊങ്ങി നല്ല ഡബിളായി വരും. ഇത് ഞാൻ 3 മണിക്ക് കുഴച്ച് വെച്ചതാണ്. ഇപ്പോൾ 6 മണിയായി. ഇത് കണ്ടോ, മാവ് നല്ലോണം പൊങ്ങിയിട്ടുണ്ട്, ഡബിളായിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇതിനകത്ത് ചേർക്കാൻ ഒരു സ്പൂൺ എള്ളെടുത്ത് വെച്ചിരുന്നു. ഇത് കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഞാൻ 1 സ്പൂൺ എള്ള് എടുത്ത് വെച്ചിരുന്നു, പക്ഷേ അത് ചേർക്കാൻ വിട്ടുപോയി. അതും കൂടെ ഇപ്പോൾ ചേർത്ത് ഒന്നുകൂടെ നല്ലോണം പ്രസ് ചെയ്ത് കുഴയ്ക്കണം. പ്രസ് ചെയ്ത് കുഴച്ചിട്ടത് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇത് ഒരു 10-20 ബോൾസ് ഉണ്ട്. ആ എള്ളൊക്കെ എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തിയേക്കാൾ അല്പം കൂടി കനത്തിൽ, എന്നാൽ അത്രയും വട്ടം വേണ്ട, ചെറിയ വട്ടത്തിൽ ഒരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതേ കാണാമല്ലോ, 2 പാത്രത്തിലായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്തിരിക്കുകയാണ്. ഇച്ചിരി കനത്തിലാണ്. ഇനി ഇത് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ച് കോരിയാൽ മാത്രം മതി. അതിനൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു പാനല്ല, ഒരു ചീനച്ചട്ടിയാണ്, ഒരു അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്. പിന്നെ എണ്ണ നല്ലപോലെ ചൂടാകണം. എന്നിട്ടേ എണ്ണയിലോട്ട് ഈ ബട്ടൂര ഇട്ട് കൊടുക്കാവുള്ളൂ. ബട്ടൂര കോരിയിടാൻ ഒരു പാത്രവും വെച്ചിട്ടുണ്ട്. ഞാൻ ബട്ടൂര ഇട്ടിട്ടുണ്ട്, പക്ഷേ ബട്ടൂര ഇട്ടത് അല്പം നേരത്തെ ആയിപ്പോയോ എന്ന് എനിക്ക് സംശയം. എണ്ണ നല്ലപോലെ ചൂടായില്ലായിരുന്നു. ഇനി അല്പം കൂടെ കഴിയുമ്പോൾ എണ്ണ നല്ലപോലെ ചൂടാകുമ്പം പിന്നെ പെട്ടെന്ന് ചുമന്ന് കിട്ടും. എണ്ണയിലോട്ട് ഇടുന്ന പാടെ ഇത് നല്ല പൊള്ളി കൊമള പോലെ വരും. എന്നിട്ടൊരു ലൈറ്റ് റോസ് കളറാകണം. അതാണ് അതിൻ്റെ പാകം.
അത്ര നന്നായിട്ട് അങ്ങോട്ട് ചുമന്ന് വന്നില്ല. അത് ഇപ്പോഴും വെളുത്ത് തന്നെ ഇരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പം ശരിയാകും. അതെ, ഇതാണ് കറക്റ്റ്. ഇത് കറക്റ്റല്ല, അല്പം കൂടെ മൂക്കണം. എന്നാലും ഒരു ലൈറ്റ് റോസ് ആയിട്ടുണ്ട്. ഇനി എല്ലാം നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാം. ഭട്ടൂര എല്ലാം ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല കറക്റ്റ് കളറാണ്. ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലാണ്. അവയെല്ലാം നല്ല പാകമായിട്ട് നല്ല ബോൾ പോലെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 5-6 ഞാനെടുത്ത് ദോശക്കല്ലേ വെച്ച് ചുട്ടെടുത്തു. ഓയിൽ വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതും നല്ല സോഫ്റ്റാണ്, കണ്ടോ, മുറിക്കുമ്പോൾ അറിയാം, നല്ല സോഫ്റ്റാണ് അതും. അപ്പോൾ ഈ ചാനൽ കാണുന്നവരെല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യണം. എന്നിട്ട് ഓൾ എന്നുള്ള ബട്ടൺ എനാബിൾ ചെയ്യണം. താങ്ക് യു.